ബ്രാൻഡ് പ്രോമിസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചുമൊക്കെ ചോദിക്കുന്നത് എല്ലാ ബ്രാൻഡിനും ബ്രാൻഡ് പ്രോമിസ് വേണം എന്ന് പറയുമ്പോൾ ആപ്പിൾ പോലെയോ നൈക്കി പോലെയോ ഒന്നുമല്ലാത്ത ചെറിയ ബ്രാൻഡുകൾ ബ്രാൻഡ് പ്രോമിസ് എങ്ങനെ കണ്ടെത്തുമെന്നാണ്. അതെങ്ങനെ ജനങ്ങളിലെത്തിക്കുമെന്നാണ്. ഏതൊരു ബ്രാൻഡിനും അത് ചെറുതായാലും വലുതായാലും ബ്രാൻഡ് പ്രോമിസ് കണ്ടെത്താനായി 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. നോ യുവർ സെൽഫ്. 2. നോ യുവർ കസ്റ്റമേഴ്സ്. 3. നോ യുവർ കോമ്പറ്റീറ്റേഴ്സ്. നോ യുവർ സെൽഫ് എന്നാൽ നിങ്ങളുടെ ബ്രാൻഡിനെ അറിയുക എന്നതാണ്. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സവിശേഷതകൾ, നിങ്ങളുടെ ബ്രാൻഡിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതകൾ, ഇതിനെല്ലാം മുകളിൽ നിങ്ങൾ ആ ബ്രാൻഡ് പുറത്തിറക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വിഷൻ, ആ വിഷൻ്റെ ലക്ഷ്യം, ഇതാണ് ആദ്യം അറിയേണ്ടത്. 2. നോ യുവർ കസ്റ്റമേഴ്സ്. അതായത് നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെ കൃത്യമായി തിരിച്ചറിയുക. ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ശരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ഉപയോഗിക്കുമ്പോൾ കിട്ടും, അവരുടെ ജീവിതത്തിലോ ബിസിനസ്സിലോ എന്ത് പോസിറ്റീവ്നെസ് ആണ് നിങ്ങളുടെ ബ്രാൻഡിന് കൊണ്ടുവരാൻ സാധിക്കുക. 3. പ്രധാന കാര്യം, നോ യുവർ കോമ്പറ്റീറ്റേഴ്സ്. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ എതിരാളികളെ അറിയുക. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ പോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഒരു ബ്രാൻഡ് കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി ഡീപ്പായി അറിഞ്ഞിരിക്കുക എന്നുള്ളത്. നിങ്ങളുടേതും അവരുടേതും ഒരേ പ്രോഡക്റ്റ് ഓർ സർവീസ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അവരുടെ ബ്രാൻഡുകളിലും നിങ്ങളുടെ ബ്രാൻഡ് അവകാശപ്പെടുന്ന മിക്ക ഗുണങ്ങളും സ്വാഭാവികമായി തന്നെ ഉണ്ടായേക്കാം. എന്നാൽ അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റാത്ത എന്ത് ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഡിഫറൻ്റായ എന്ത് എക്സ്പീരിയൻസ് ആണ് കസ്റ്റമർക്ക് നൽകാൻ സാധിക്കുക എന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ബ്രാൻഡ് പ്രോമിസ് സെറ്റായി എന്ന് തന്നെ ഉറപ്പിച്ചോളൂ.